വെൽക്കം ബാക്ക് ടു റോണി ഡിജിറ്റൽ ക്ലാസ് റൂം. ഈ സെഷനിലും ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ചില പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം നമ്പർ 5 നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഓണർഷിപ്പ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സും അവരുടെ ഷെയർ കുറച്ച് സഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലത്തിൽ ഒരു റിസർവ് അക്കൗണ്ട് ഉണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് റുപ്പീസ് 2,26,750. സാധാരണ കമ്പനികളുടെ അക്യൂമുലേറ്റഡ് ലോസസ് ഉണ്ടാകുമ്പോഴാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. പക്ഷേ ഇവിടെ ലോസസിൻ്റെ ഒപ്പം തന്നെ ഒരു പാസ്റ്റ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. അതും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രോസസ് നടത്താൻ. ഓരോ ടൈപ്പ് ഓഫ് ഷെയർസിന്റെയും പുതിയ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പ്രിഫറൻസ് ഷെയർസിന്റെ പാറ്റേൺ നോക്കാം. 2000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ പഴയ പ്രിഫറൻസ് ഷെയറിനും 12% പുതിയ പ്രിഫറൻസ് ഷെയർ കൊടുക്കും. ഫേസ് വാല്യൂ ഓഫ് ₹20 ഈച്ച്. സോ അങ്ങനെ 40,000 rupeesന്റെ പ്രിഫറൻസ് ഷെയർസ് കൊടുക്കും. അതുകൂടാതെ 2,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹15 ഈച്ച്. സോ 30,000 rupees. പുതിയ പാറ്റേൺ ഫോർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ₹70,000 consisting of ₹40,000 as preference shares and ₹30,000 as equity shares. Existing ഡിബഞ്ചേഴ്സിന്റെ പാറ്റേൺ നോക്കാം. 1,013% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആണുള്ളത്. അവർക്ക് കിട്ടുന്നത് സെയിം നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ₹50 ഈച്ച്. സോ 50,000 rupees. Then same number of preference shares of ₹25 each. 25,000. 4 equity shares for 1 debenture with a face value of ₹2.5. അങ്ങനെ 10,000. New pattern for the debentures is ₹85,000. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പാറ്റേൺ ആണ്. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഓരോ ഇക്വിറ്റി ഷെയറിനും ₹100 വെച്ചിട്ടെന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. കാരണം ₹100 ഷെയറിന് ₹2 വെച്ചിട്ടുള്ള പുതിയ ഷെയർ കൊടുക്കുന്നത് ശരിയല്ല. സോ 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹2.5 ഈച്ച്. അവർക്ക് കിട്ടുന്നത് 1,25,000 rupeesന്റെ പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് ആയിരിക്കും. ജനറൽ ഇൻട്രസ്റ്റിലേക്ക് പോവാം. ഡേറ്റ് ഇട്ട് വേണം ചെയ്യാൻ. ആദ്യത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ പാറ്റേൺ നോക്കാം. അവർക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കിട്ടുന്നുണ്ട്. സോ എൻട്രി വിൽ ബി 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 2 lakhs to 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 40,000 to ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000. ബാലൻസ് ഫിഗർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ 1,30,000. ന്യൂ പാറ്റേൺ ഫോർ ഡിബഞ്ചേഴ്സ്. പഴയ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യണം. 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് 1 lakh to 13% debentures 50,000 to 12% preference share capital 25,000 to equity share capital 10,000 and the balance figure to capital reduction 15,000. Equity share capital old account at 5 lakhs to equity share capital new account 1,25,000 to capital reduction account 3,75,000. As I said, reserves transfer reserves account at to capital reduction 2,26,750. Then we are closing all the debit balances and fictitious assets using this capital reduction account. Capital reduction account at a total of all the credits 7,46,750. To profit and loss account 2,78,250. To stock should be reduced by 50%, 2,03,100, and any balance should be utilized for reducing the fixed assets. So the balancing figure 1,48,525 will be credited to fixed assets account. Then the new capital structure, we have got two types of equity shares, face value of having 2.5 and 15. Equity shares of ₹2.5 amounting 1,35,000 and equity shares of ₹15 amounting to ₹30,000. Totaling the equity share capital as 1,65,000. We have got preference share capital again with two types of face values of ₹20 each for ₹40,000 and face value of ₹25 each for ₹25,000, totaling the preference share capital as 65,000. Moving on to the balance sheet, shareholders fund equity share capital I said 1,65,000, 12% preference share capital 65,000 rupees, share application money pending allotment amount illana. Non-current liabilities 13% debentures 50,000, current liabilities creditors no change 1,37,250, totaling 4,78,250. Then moving on to the assets, non-current assets, tangible assets are being reduced by ₹1,48,525, balance amount 84,975. Current assets, stock is reduced to 50%, so 2,03,100. Debtors again reduced to 50%, 1,16,875. Cash and cash equivalents no change 12,300, totaling 4,17,250. Moving on to problem number 7. Here also the preference shareholders, equity shareholders and debenture holders are reducing their position. Internal reconstruction question പറഞ്ഞിരിക്കുന്നത്
പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൊവിഷൻ ഫോർ ടാക്സിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര എമൗണ്ട് എല്ലാ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാനും അസറ്റ്സ് റിവാല്യൂ ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടെന്ന് ആദ്യമേ നോക്കിയിട്ട് വേണം ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ വരുന്ന ഡെഫിസിറ്റ് പ്രൊവിഷൻ ഫോർ ടാക്സിൽ നിന്ന് വേണം ഉപയോഗിക്കാൻ. സോ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ലോസസ് ആൻഡ് അതർ ഡെബിറ്റ് ബാലൻസസ് നോക്കാം. ഗുഡ്വിൽ 60,000, പേറ്റൻസ് 30,000, പ്രിലിമിനറി എക്സ്പെൻസസ് 25,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,70,000. സോ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് in capital reduction account is 3,85,000 rupees. Journal entries നോക്കാം. First journal entry is 12% preference share capital account debtor 3 lakhs to 13% preference share capital account to capital reduction account. Amount is capital reduction account 30% of 3,90,000. So 30% preference share capital account balance and figure ആണ് 2,10,000. Next entry is for reducing the equity share capital. So entry will be equity share capital old account debtor 4 lakhs to equity share capital new account 50,000. To capital reduction account the balance figure the other 2 lakhs. Next is revaluing the land and building at 20%. Entry will be land and building account debtor to capital reduction 30,000. Then 30% debentures account debtor to capital reduction 20% of 3 lakhs 60,000 rupees. Then we are also transferring the profit prior to incorporation account to capital reduction. Entry will be profit prior to incorporation account debtor to capital reduction 3,000. So the total of capital reduction account will be 3,83,000. As we know, the amount required for writing off the losses is 3,85,000. So the deficit rupees 2,000 is being taken from provision for tax account. So we are debiting provision for tax account for rupees 2,000 and is being transferred to capital reduction account. Next is we are writing off the fictitious assets and debit balances. Capital reduction account debtor 3,85,000, to preliminary expenses 25,000, to profit and loss account 2,70,000, to patent account 30,000, to goodwill account 60,000. Then there is a hint regarding issuance of new share capital for rupees 1 lakh. So entry is bank account debtor to equity share capital 1 lakh. The company is purchasing new plant and machinery with this amount. So entry is plant and machinery account debtor to bank 1 lakh. Moving on to the balance sheet. Share capital, first equity share capital rupees 3 lakhs, 13% preference share capital 2,10,000. Then non-current liabilities 13% debentures is being reduced to rupees 2,40,000 and provision for tax reduced to rupees 5,000. So total non-current liabilities will be 2,45,000. Creditors no change 2 lakhs. Total of liabilities at 9,55,000. Moving on to the assets, there are changes. Land and building is being appreciated for rupees 30,000. So total of land and building will be 1,80,000. We have purchased a new plant and machinery for rupees 1 lakh. So the total of plant and machinery account will be 4 lakhs. Total of tangible assets will be 5,80,000. Current assets, stock no change 2,20,000. Debtors no change 1,50,000. Cash, opening balance of cash is 5,000. We have made a share capital issuance receiving rupees 1 lakh, but that amount is being used for purchasing plant and machinery. So the net amount will be 5,000. So total of asset side will be 9,55,000. Moving on to problem number 9. Here we have to prepare only journal entries and capital reduction account. Both the preference shares and equity shareholders are willing to change their ownership position. Any balance in capital reduction account should be used for writing off the experiment and research expenses account. So we have to find out what is the balance in the account. We are calculating the new shareholding pattern for preference shares. They will receive 3 preference shares of rupees 100 each for every 5 old preference share. So the calculation will be 2,000 divided by 5 into 3 into 100. So rupees 1,20,000 preference shares. They will also receive 20 equity shares of rupees 2 each for every 5 old preference share. So calculation will be 2,000 divided by 5 into 20 into 2. So 16,000 rupees as equity share capital. Present holding for the all preference shareholders will be 1,36,000. Moving on to the new equity shareholding pattern for the old equity shares of 30,000 at rupees 10 each. They will receive 1 equity share of rupees 2 each for every 5 equity shares. So the calculation will be 30,000 divided by 5 into 1 into 2. Amount will be 12,000. So they will receive 12,000 rupees as share capital. Moving on to the journal entries. First journal entry is for the preference share capital. 15% cumulative preference share capital accounted at 2 lakhs to 12% cumulative preference share capital, that is a new account, 1,20,000. They will also receive equity share capital for rupees 16,000. The
the balance will be transferred to capital reduction, rupees 64,000. In the question it is being said that arrears of preference dividend for rupees 6,000 is being adjusted with equity share capital. So entry for that should be made. Arrears of preference dividend account debtor to equity share capital 6,000. This arrear account should be closed by transferring it to capital reduction account. Then there is the reduction in the equity share capital pattern. So entry will be equity share capital old account debtor 3 lakhs to equity share capital new account 12,000 to capital reduction, the balancing figure 2,88,000. So we are utilizing the capital reduction account for closing the balances. So the entry is capital reduction account debtor total 3,52,000 to patent account 70,000 to plant and machinery account rupees 17,000 to tools account rupees 2,000 to profit and loss account 1,98,000 to arrears of preference dividend account 6,000. The entry we have made just before this entry. And the balancing figure to experiment and research expenses account 59,000. Moving on to the capital reduction account, first entry will be 15% cumulative preference share capital. So we are posting it to the credit side by 15% cumulative preference share capital 64,000. Second entry is from equity share capital. So we are posting it by equity share capital old account 2,88,000. Next we are debiting all the losses and debit balances from this account. So entry will be to patent account 70,000, to plant and machinery account rupees 17,000, to tools account rupees 2,000, to profit and loss account rupees 1,98,000, to arrears of preference dividend account and to experiment and research expense account 59,000. Totaling the capital reduction account as 3,52,000. ഇന്റർണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഈ സെഷനിൽ ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിലും ഇന്റർണൽ റീകൺസ്ട്രക്ഷന്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ്.